നീ എവിടെയാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടടാ. ഞാനിവിടെ ഉണ്ടല്ലോ. പണ്ട് ഞാൻ ഹെൽമെറ്റ് ഇടാണ്ടുള്ള കേസ് ഉണ്ടായില്ലേ, അത് വാറുണ്ടായിടാ. അതെ, വാറിനായ പ്രശ്നം അവർക്ക് ഇറുക്കന്മാരെ നിർത്തുണ്ടോ വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലതില്ലേ? അതെ, താനെ പിടിക്കല് ഉള്ളിനെ പോട്ടെ, ചള്ളമാരി നിന്നോ, അല്ലെങ്കിൽ പണിയാ കിട്ടും. എവിടേക്കിടെ മാറി നിൽക്കുക? അതെ, തൻ്റെ 500 റൊട്ടി കേസിനെ എൻ്റെ വീട് കൊണ്ട് നിർത്തിയാലേ നമ്മളെ ഗുണ്ടാബന്ധങ്ങളെ ഇടയിൽ നമുക്കതൊരു ക്ഷീണവും. താനൊരു കാര്യം ചെയ്യ്, തൻ്റെ ചിറ്റര മക്കളല്ലേ 2 ടൈപ്പ് സാധനങ്ങൾ, ആ ഒറ്റങ്ങൾ വീട്ടിലേക്ക് നിൽക്കി 2 ദിവസം. ചിറ്റര 2 മക്കൾ. അവിടേക്ക് പോടാ. പിള്ളേർക്ക് 2 ആൾക്കും എന്നെ നല്ല ഇഷ്ടടാ. കിറുക്കന്മാരെ കയ്യിൽ ചെന്ന് പെടാൻ നിൽക്കണ്ടേ, ആ ഒറ്റള്ള കൈയിട്ടേല് പിടിച്ച് ഇഞ്ചി കുത്തും, ഇടിച്ച് വെള്ളാക്കിയ കളയും ഒറ്റങ്ങൾ. താനെ പിടിക്കൽ എസ്കേപ്പ് ആയിക്കോ. ശരിയാടാ, പണ്ട് 2 പിള്ളേർ എന്നെ കാണും മൂടി വരടാ. നല്ല ഇഷ്ടമുള്ള പിള്ളേർ 2 ആളും. ജിഞ്ചിട്ട് 1/2 ലിറ്റർ ഉള്ളല്ലേ ഇത്? 1/2 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, MDM ഉണ്ട് ഇഷ്ടം പോലെ. അന്ന് നീ കൊടുത്താലും നീ മറ്റേ കാശ് കിട്ടണോ? അവരൊരു കിലോ കഞ്ചാവ് തരാന്ന് പറഞ്ഞല്ലേ. അത് എനിക്കിത് മതി, നീ ഇത് കുടിച്ചോ. ശരി, എന്താന്ന് പറയാ, കോൾ വരുന്നുണ്ടാ, സൈലന്റ് ഇട്ടിരിക്കും. ചേട്ടനാണ്ടാ? അതെ, ചേട്ടനാ? ചേട്ടാ, ചേട്ടനെ 2-3 ദിവസം നിന്റെ അടുത്തൊന്ന് നിൽക്കണം. ചേട്ടൻ ഇവിടെ വേണമെങ്കിൽ വന്നോ, അത്ര ദിവസം വേണമെങ്കിൽ വന്നോ. പോലീസും വലിയൊരു തേങ്ങയും വരില്ല. എന്തുട്ടുണ്ടായേ? അപ്പം ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിച്ചോടെ? ഹെൽമെറ്റ് ഞാൻ വെക്കാറില്ലടാ, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൊത്തം പറഞ്ഞു പോരില്ലേ? അപ്പം ഞാൻ ലൊക്കേഷൻ വിട്ടുതരാം, അങ്ങോട്ട് പോട്ടാ. വരണ്ട. ശരി. ഞാൻ അങ്ങോട്ട് വരുന്നേട്ടാ. എന്താ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണ്? ലൊക്കേഷൻ കറക്റ്റാണല്ലേ? മക്കളെ, ചേട്ടൻ വന്നുടാ. നമ്മുടെ ചേട്ടൻ വന്നു. എന്തല്ല നിങ്ങൾ കാടിൻ്റെ ഉള്ളിൽ വന്നിരിക്കണേ? ഞങ്ങളിപ്പോ തുഫാന്റെ ഭാഗമായിട്ട് ഇപ്പോ ഈ ഏരിയയിലൊക്കെ കളി. കാടിൻ്റെ ഉള്ളിൽ നിങ്ങൾ തുഫാനിൽ വർക്ക് ചെയ്യണ്ട 2 ആളും? ഞാനിതിൻ്റെ രക്ഷാധികാരിയൊക്കെ ആയിരുന്നു സ്കൂളില്, തുഫാന്റെ. ഞങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് അതിന്റെ ഒരു ബിരുദൊക്കെ കിട്ടും. മക്കളെ, നല്ലത് ചെയ്താ നല്ലത് വരും. എന്തൊരു സൗണ്ട് കേൾക്കണ്ടല്ലോ ഇവിടെ? ആംബുലൻസിന്റെ അമ്മമാരാരെങ്കിലും വയ്യാണ്ട് എടുക്കണ്ടോ ഇവിടെ? ആംബുലൻസിന്റെ സൗണ്ട് അല്ല മോനെ, ഇത് വലിയേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇട്ട് കൊടുത്ത് നമുക്ക് അമ്മ വയ്യാണ്ട് എടുക്കണ്ടേ, ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. ചിലപ്പോ വണ്ടിയിൽ കയറ്റി കൊടുക്കേണ്ടി വരും. മക്കളെ, നിങ്ങൾ പൊക്കോ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് നല്ലതല്ലേ? ഇത് ഞാൻ പിടിക്കാം ഇവിടെ. ചേട്ടാ, ഇത് കയ്യിൽ പിടിച്ചോട്ടാ, അതാർക്കും കൊടുക്കരുത്, വിട്ടു കൊടുക്കരുത്. നിങ്ങൾ ഓടിപ്പോക്കോ വേഗം. 2 hours later. പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. ചേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ടാവശ്യപ്പോ? അത് ഉറപ്പല്ലേ? നേരത്തെ കേട്ടത് ആംബുലൻസിന്റെ സൗണ്ട് ഒന്നല്ല, പോലീസ് ജീപ്പിന്റെ സൗണ്ടാ. എന്നാലും അയാൾക്ക് 500 രൂപ പെറ്റടിക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ ചെന്ന് കിടക്കട്ടെ ജയിലിൽ, ശാപം. എന്നാലും നീ കൊടുത്ത നല്ല വില എന്തായാലും. പിന്നെ കൊടുക്കുമ്പോൾ നല്ല വില കൊടുക്കണ്ടേ? വല്യമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴേ വല്യമ്മയൊക്കെ പോയി. ഈ ജാമ്യ കേസ് പറഞ്ഞിട്ട് 4 കെട്ട് വേറെ വെട്ടാം അതിനെ.